ശാലിനി, ഞാൻ ഇന്ന് എന്റെ കാർത്തിയെ കൊണ്ട് വിഷ്ണു, ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞ അവന്റെ കല്യാണം. നീ ഇവന്റെ ജീവിതത്തിലേക്ക് എന്ന് കേറിയോ അന്ന് മുതൽ തുടങ്ങിയ ദുരിതം എന്റെ കൊച്ചിന്. ഇനിയെങ്കിലും ഇവനെ ഒന്ന് ജീവിക്കാൻ വിട്. അമ്മേ. നീ ഒന്നും മിണ്ടാതിരിക്കടാ. ഇവളെ ഇപ്പൊ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒഴിവാക്കി വിട്ടില്ലെങ്കിൽ ഇത് നിന്റെ തലേന്ന് പോവില്ല വിഷ്ണു. അട്ടയെപ്പോലെ പറിച്ചു മാറ്റിയാലും അള്ളി പിടിക്കും. അതാ ഇനം. കുറെ നാൾ ഒന്നിച്ചൊരു വീട്ടിൽ കഴിഞ്ഞ് ബന്ധം വെച്ച് പറയാ, ദയവ് ചെയ്ത് എന്റെ മകനെ നീ ഇനി ശല്യം ചെയ്യരുത്. വിഷ്ണു, ഇവിടെ ചടങ്ങുകൾ ബാക്കിയുണ്ട്. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇത് എന്നാലും ഞാൻ കുറച്ചു മുമ്പ് ഇയാളെ കണ്ടതാണല്ലോ. ഇതെങ്ങോട്ട് പോയി? ഹർഷ, നീ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിന്നെ സഹായിക്കാൻ ചിലപ്പോൾ ഈ നമ്പറിന് കഴിഞ്ഞേക്കും. ഇതാരുടെ നമ്പരാ? മധുശ്രീ, എൻ്റെ ഒരു പരിചയക്കാരിയാണ്. അത്യാവശ്യം ഉടായി പിടിച്ച എല്ലാ കാര്യങ്ങൾക്കും ഇവള് ബെസ്റ്റാണ്. നീ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക്, ചിലപ്പം ഗുണം ചെയ്താലോ. എല്ലാം ശരിയാവും ഹർഷ. ഇനി നമ്മൾ കാണുമ്പോൾ നിനക്കൊപ്പം കാർത്തിക ഉണ്ടാവും. ഇതെന്റെ കാർഡാ. നീ അവിടെ എത്തുമ്പോൾ വിളിക്കും. ശരിയടാ, പോട്ടെ. ഓക്കെ. ഇത് അയാളല്ലേ? ഏയ് സാർ, സാർ, സാർ ഒന്ന് നിർത്തണേ. ചേട്ടാ, ഞാൻ പറഞ്ഞ ആളെ കണ്ടിരുന്നു. മാഡം, ദേ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ കാർഡാണ് മാഡം ഇത്. The number you are calling is not reachable. Please call again later. അതെ, ഇനി കാണുകയാണെങ്കിൽ എൻ്റെ നമ്പർ അറിയാലോ, അതിലേക്ക് വിളിക്കണം. ശരി മാഡം.
സത്യമ്മയുടെ വാക്കുകളല്ല, വിഷ്ണുവേട്ടന്റെ മൗനമാണ് വിഷ്ണുവേട്ട എന്നെ തകർത്ത് കളയുന്നത്. എനിക്കേറെ വേദന ഉണ്ടാക്കുന്നതും അത് തന്നെയാ. സത്യമ്മ അത്രയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോ ഒരു വാക്ക് വിഷ്ണുവേട്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർത്തവരാ നമ്മള്. ഒരുപാട് സ്വപ്നങ്ങളും നമ്മൾ ഒരുമിച്ച് കണ്ടതല്ലേ. എന്നിട്ടും എന്നിലെ സ്നേഹം മനസ്സിലാക്കിയെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരാശ്വാസവാക്ക് വിഷ്ണുവേട്ടന്റെ ഭാഗത്തൊന്നും ഒന്നും ഉണ്ടായില്ലല്ലോ. ഇനി ഒരു പിടിവെള്ളി ഞാൻ കാണുന്നില്ല എന്റെ വിഷ്ണുവേട്ടൻ. ഓടി തളർന്നു വന്നിരിക്കുക വിഷ്ണുവേട്ടന്റെ ശാലിനി. ഇത്രയും നാള് ജീവിച്ചത് വിഷ്ണുവേട്ടനിലേക്ക് എന്തെങ്കിലും എത്തുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷയാ ഇന്നെന്നേക്കുമായി അസ്തമിക്കാൻ പോകുന്നത്. അഗ്നിസാക്ഷിയായ എന്റെ കഴുത്തിൽ അണിയിച്ച താലി പോലെ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിലും വിഷ്ണുവേട്ടൻ താലി കെട്ടാൻ പോകുന്നു. അതായത് വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒരു പടിയിറക്ക്, ഒരു പറിച്ചു മാറ്റം. പക്ഷെ അവസാന നിമിഷം വരെ വിഷ്ണുവേട്ടന് വേണ്ടി ഈ ശാലിനി പൊരുതും. കാരണം എനിക്ക് എന്റെ വിഷ്ണുവേട്ടനല്ലാതെ മറ്റാരുമില്ല. ഇനി ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരികയില്ല. അതെന്റെ വിശ്വാസം. എപ്പോഴും പ്രതീക്ഷയില്ല. എന്നെ തേടി എന്നെ സഹായിക്കാനായി എവിടെ നിന്നെങ്കിലും ഒരു കോള് വരുമെന്നുള്ള പ്രതീക്ഷ. ചിലപ്പോൾ തോന്നലാവാം, മനസ്സിലെ ആഗ്രഹവും ആവാം. എന്തായാലും ഞാൻ പെട്ടെന്ന് അങ്ങനെ കീഴടങ്ങി തരാൻ ഒരുക്കമല്ല. കാത്തിരിക്കും. എനിക്ക് വേണ്ടി വിഷ്ണുവേട്ടനിലേക്ക് എന്നെ തിരിച്ചെത്തിക്കാനായി ഒരദൃശ്യ ശക്തിയുടെ സഹായം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ തന്നെ. ആ അശോക, ഞാൻ ആ പെൺകുട്ടിയുടെ വീട് തിരക്കി പോയി. എന്താ അതിന്റെ പേര്? മധുശ്രീ. ആ മധുശ്രീ. വീട്ടിൽ ചെന്നിരുന്നു, പക്ഷേ വീട് ലോക്കാ. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എന്തായാലും ഞാൻ കുറച്ചു നേരം കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒന്നുകൂടെ ഫോൺ വിളിച്ച് നോക്കാം. കിട്ടിയില്ലേ ഞാൻ പോവും. ശരി. ഇതാ മാഡം പറഞ്ഞ ആളാണല്ലോ. നിവൃത്തിയുള്ളൂ. എന്റെ സ്വപ്നങ്ങൾ, എന്റെ കാത്തിരിപ്പ് എല്ലാം ഇന്ന് 12 മണിയോടെ അവസാനിക്കും. ഒരു വഴി, ഒരേ ഒരു വഴി. അതെനിക്ക് തുറന്നു തരണേ എന്റെ കൃഷ്ണ. ഹലോ. ആ മാഡം, ഞാൻ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റിയാ. മേഡം ഒരാളെ നോക്കണമെന്ന് പറഞ്ഞില്ലേ? അയാളിപ്പോ എന്റെ മുന്നിലുണ്ട്. ആര്? ഹർഷനോ? മേഡം എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നില്ലേ? അയാള് തന്നെ.
പ്ലീസ് ഫോണൊന്ന് അയാൾക്ക് കൊടുക്കാവോ? മാഡം അയാളെന്റെ കുറച്ച് അപ്പുറത്താ, ഗാന്ധി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിനടുത്ത്. മാഡം ഇങ്ങോട്ട് പെട്ടെന്ന് വരാമോ? ഞാൻ പെട്ടെന്ന് അവിടേക്ക് എത്താം. അതുവരെ അയാളൊന്ന് ബ്ലോക്ക് ചെയ്തേക്കണേ. അത് ഞാനേറ്റു മാഡം. മാഡം പെട്ടെന്നൊന്ന് വന്നാ മതി. ആ ശരി. ഈശ്വര, ഹലോ സാർ, ഞാൻ രാജീവ്, ഇവിടെ അമ്പലത്തിലെ സെക്യൂരിറ്റിയാ. ആ ഹലോ. മാഡം എവിടെ എത്തി മാഡം? ഞാനിത് ഗാന്ധി ജംഗ്ഷൻ എത്താറായി. മാഡം എനിക്ക് അർജന്റായി ക്ഷേത്രം വരെ പോകണം. ആ സാർ ഇവിടെയുണ്ട്. മാഡം വരുമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിർത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും പോരുതെന്ന് പറ. ഞാനിത് ഇവിടെ അടുത്തെത്തി. ശരി മാഡം. മാഡം ഇവിടെ അടുത്ത് എവിടെയോ എത്തിയിട്ടുണ്ട്. സാറിനോട് പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞു. എന്തോ വളരെ അത്യാവശ്യമുള്ള കാര്യം പറയാനാ. ഇല്ലെങ്കിൽ പിന്നെ സാറിനെ ഇങ്ങനെ തിരക്കി നടക്കില്ല. ഇയാൾ പൊയ്ക്കോ. എന്നെ കാണാനായി ഇത്രയധികം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സീരിയസ് ആയിട്ട് എന്നോടെന്തോ പറയാനുണ്ടാവും. ഞാൻ കണ്ടിട്ടേ പോവും, തീർച്ച. എനിക്ക് ആ മേഡത്തിന്റെ നമ്പർ തന്നെങ്കിൽ. ആ എന്നാ ഞാൻ പോയിക്കോട്ടെ സാറേ. ആ ശരി. ശരിയെന്നാ. ചേട്ടാ, ഈ അമ്പലത്തിലേക്കുള്ള വഴി ദേ നേരെ അങ്ങോട്ട് പോയാൽ ഹലോ ഹലോ മാഡം. ഹലോ ഹലോ മാഡം. ഹലോ. ഒന്ന് പിടിക്കോ, ഒന്ന് പിടിച്ചേ. ഞാൻ വിളിക്കാം. ആ കമല, എന്താടാ, എന്തുണ്ടായി? ഒന്നും പറയണ്ട എന്റെ ആശാനെ. കഷ്ടകാലെന്ന് പറഞ്ഞാ പോരെ. വിജില ഒന്ന് കുളിമുറി വീണു. എന്നിട്ട് തലയൊന്ന് ഇടിച്ചു. കാലിന്റെ മുട്ടിന്റെ താഴേക്ക് ഒരു ഒടിവുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ. എന്തൊരു കഷ്ടം. ഇത് കുഴപ്പമാണല്ലോ.
അതേന്ന് നല്ല വേദനയുണ്ട്. കൊണ്ടുവരുന്നവരെ നിർത്താതെയുള്ള കരച്ചിലായിരുന്നു. ഇപ്പൊ അവരെന്തൊക്കെയോ മരുന്നൊക്കെ കൊടുത്ത് വേദനയ്ക്കൊരല്പം കുറവുണ്ടെന്ന് തോന്നുന്നു. എടാ എടാ നീ ടെൻഷനാവണ്ട. ഇതിപ്പോ കുഴപ്പമൊന്നും വരാതെ ഈ രീതിക്കായില്ലേ, അത് ഭാഗ്യമായിട്ട് കരുതാ കേട്ടാ. ആശാൻ അറിയാലോ അവളുടെ കാര്യം. ചെറിയൊരു പനി വന്നാൽ പോലും എന്നെ അവൾ ഒരിടത്തും ഇരുത്തില്ല. ഇപ്പോ 2-3 വട്ടം തിരക്കിയെന്ന് പറഞ്ഞു. സംഭവം നടക്കുമ്പോ ഞാനവിടെ ഇല്ല. പിന്നെ നമ്മുടെ കുട്ടന്റെ വണ്ടി പിടിച്ചിങ്ങ് പോന്നു. ഇപ്പൊ എവിടെയെങ്കിലും കരഞ്ഞ് തളർന്നിരിക്കുന്നുണ്ടാവും. ഏതോ ആക്സിഡന്റ് കേസെന്നാ തോന്നുന്നേ. അതിങ്ങനെ വന്നോണ്ടിരിക്കും. വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ച് മറ്റു വികസനങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. എന്താ ശനെ? നെഞ്ചിലെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. അതാ ആക്സിഡന്റ് കേസ് കണ്ടതുകൊണ്ടായിരിക്കും. അല്ല, സ്വന്തത്തിൽപ്പെട്ടാർക്കോ വന്ന പോലെ കൈക്കും കാലിനൊക്കെ ഒരു തളർച്ച പോലെ. അത് ആശാനെ വെറുതെ തോന്നുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം ആശാനെ സംബന്ധിച്ച് വല്ലാത്തൊരു ദിവസം തന്നെയാ. എല്ലാ മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാകും. അതൊന്നും എന്നെ ബാധിക്കുന്നില്ലടാ. ആ കാർത്തിക് അവിടെ പിടിച്ചു നിൽക്കാൻ ഈ ഒരു ചടങ്ങ് നടത്തിയേ പറ്റൂ. മനസ്സുകൾ തമ്മിൽ പൊരുത്തില്ലെങ്കിൽ പിന്നെ എന്തും താലികെട്ട്. അമ്മയെ ബോധ്യപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനായിട്ട് ഓരോ വേഷം കിട്ടും. അത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നും ഇന്നും എന്നും എൻ്റെ മനസ്സിൽ ഒരു രൂപയേ ഉള്ളൂ. അതെൻ്റെ ശാലിനി മാത്രമാണ്. ആ സ്ഥാനത്തിലേക്ക് ഒരാളും വരിയില്ല. അതെനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ആശാനെ, എനിക്കറിയാം. അതുകൊണ്ട് ആശാൻ പറഞ്ഞത് 100% ശരിയാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, എന്തും കാണിച്ചോട്ടെ. ആശാന്റെ രീതിക്ക് മുന്നോട്ട് പോയാൽ മതി. ശാലിനിയോടുള്ള വാശി അതാണ് അമ്മയെ കല്യാണം വരെ എത്തിച്ചത്. അതിന് അമ്മയെ കുറ്റം പറയാൻ പറ്റുമോ? അതുമില്ല. അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശാലിനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്തടത്തോളം എനിക്ക് അമ്മയെ എതിർക്കാനും കഴിയില്ലല്ലോ. വല്ലാത്തൊരു ധർമ്മസങ്കടത്തില ഓരോ ദിവസവും തള്ളി നീക്കുന്ന. എല്ലാം ശരിയോ എന്റെ ആശാനെ? ഇപ്പൊ തന്നെ എന്റെ പെങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ? ഇനി ഇവിടെ എത്ര ദിവസം കിടക്കണമെന്നോ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒരു ഉറപ്പിലങ്ങ് നിൽക്കുക. ഞാൻ നിൽക്കുന്ന എന്റെ കാര്യത്തിന് അങ്ങനെ ഒരു ഉറപ്പുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അതും ശരിയാ. എന്നാൽ നമുക്ക് അകത്ത് കയറി ഇരിക്കാം. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അവർ നമ്മളെ തിരക്കും. അത് ശരിയാ. വാ, നമുക്ക് അകത്തേക്ക് പോവാം. അവിടെ
ആശാനെ ഞാൻ ആ ലാബ് വരെ ഒന്ന് പോയിട്ട് വരാം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ആശാനൊന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്തേക്കണേ. നീ പോയിട്ടോ. ആ മരുന്ന് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞ എടാ നിന്നോട് പോയിക്കോളാനല്ലേ പറഞ്ഞു, ഞാനില്ലേ ഇവിടെ. അതിപ്പോ ചെല്ലടാ, ഞാനില്ലേ ഇവിടെ, ചെൽ. എന്തു പറ്റിയത്? ഒരു ആക്സിഡന്റ് കേസാ, കൂട്ടത്തിലാരും ഇല്ല.